കൊച്ചി കളമശ്ശേരിയിൽ പെൺകുട്ടിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ന് തിരിച്ചറിയൽ പരേഡ് നടക്കും. കാക്കനാട് ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ്. പാലക്കാട് അഗളി സ്വദേശിയായ ഒരു പ്രതിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിപിൻ സി വിജയൻ ഈ പ്രതിയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. വിപിൻ, പറയൂ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊച്ചിയെ നടുക്കുന്ന സംഭവം ഉണ്ടായത്. കളമശ്ശേരിയിൽ വെച്ച്, അതായത് റെയിൽവേ പാലത്തിന് താഴെ വെച്ച് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ ഫോളോ ചെയ്യുകയും അതിനുശേഷം തലയിൽ മുണ്ടിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവരുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. അഗളി സ്വദേശിയായിട്ടുള്ള ആളാണ് പിടിയിലായിരിക്കുന്നത്. ഇവിടെ താൽക്കാലിക KSEB ജീവനക്കാരനാണ്. അപ്പോൾ ഈ പ്രതിയുമായിട്ടുള്ള തിരിച്ചറിയൽ പരേഡാണ് ഇന്ന് നടക്കുക. ഇപ്പോൾ കാക്കനാട് ജയിലിലാണ് പ്രതിയുള്ളത്. ഇയാളെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കും. അതിനുശേഷമായിരിക്കും ഇതാരാണ്, അയാളുടെ പേരും മറ്റു മുഖവും ഒക്കെ പുറം ലോകത്തെ പോലീസ് കാണിക്കുക. ഇന്നലെ ഈ പ്രതിയെ കാണിച്ചു എന്നുണ്ടെങ്കിൽ പോലും അവരുടെ മുഖം റിലീവ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈ തിരിച്ചറിയൽ പരേഡിന് ശേഷമായിരിക്കും ആ കാര്യങ്ങളിലേക്ക് കടക്കുക. പോലീസ് പ്രധാനമായും പറയുന്നത് ഈ പ്രതിയുടെ ലക്ഷ്യം ഈ കവർച്ച നടത്തുകയായിരുന്നില്ല, മറിച്ച് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ അതിന് കഴിയാത്തത് കൊണ്ട് തന്നെ ഈ സ്വർണ്ണമാലയും കമ്മലും കവർന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മദ്യലഹരിയിലായിരുന്നു ഇത് ചെയ്തത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. നമ്മൾ അന്ന് ആ പ്രദേശത്ത് പോയി നാട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചതാണ്. അവിടുത്തെ കൗൺസിലറും നാട്ടുകാരും ഉൾപ്പെടെ പറയുന്നത് അതൊരു ലഹരി മാഫിയയുടെ കേന്ദ്രമായി പലപ്പോഴും ഈ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഭാഗം മാറിയിട്ടുണ്ട്. അവിടെ നടക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണെന്നുള്ളതാണ്. അപ്പോൾ പോലീസിന്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന ആ ഭാഗത്ത് വേണം. 200ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഈ പ്രതിയിലേക്ക് എത്തുകയും പോലീസ് അഗളിയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കാക്കനാട് ജയിലിൽ നിന്ന് ഈ തിരിച്ചറിയൽ പരേഡിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. രാത്രി 8:15 അതിലൂടെ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോകുന്ന പെൺകുട്ടി, 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് നേരെയായിരുന്നു അതിക്രമം നടന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.